സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണടച്ചോ, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഒരു കാര്യം നീ വിശ്വസിക്കുക, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. സാത്താന് ഇനി എൻ്റെ മേൽ അവകാശമില്ല. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച്, യേശു യേശു എന്നെ വിലയ്ക്ക് വാങ്ങി, യേശു തന്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി. സാത്താന് എൻ്റെ മേൽ അവകാശമില്ല, അവകാശമില്ല. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, സ്വന്തമാണ്, സ്വന്തമാണ്. സാത്താന് എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ഓർത്തെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും തഴക്ക ദോഷങ്ങൾക്ക് അടിമയാണോ? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഞാൻ ഇനി രക്ഷപ്പെടത്തില്ല, ഈ വലിയ പാപത്തിൽ ഞാൻ വീണുപോയി, ഞാൻ പെട്ടുപോയി, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ മരിക്കും. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, എൻ്റെ മകനെ, മകളെ, നീ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതനുസരിച്ച് നിന്റെ മേൽ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കും. നീ അത് വിശ്വസിക്കണം. യേശുവിൻ്റെ രക്തം എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. യേശുവിൻ്റെ രക്തം എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കണം. യേശുവിൻ്റെ രക്തം എനിക്ക് പാപമോചനം തന്നിരിക്കുന്നു. യേശുവിൻ്റെ രക്തം എന്നെ സൗഖ്യപ്പെടുത്തുന്നു. യേശുവിൻ്റെ രക്തം എന്നെ വിടുതലിലേക്ക് നയിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. നിനക്ക് ഈ കാര്യം നിനക്ക് പ്രഖ്യാപിക്കാമോ? നീ പ്രഖ്യാപിക്കുന്ന സമയം നിന്റെ മേൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. നീ ഇന്നലകളെ കുറിച്ച് ഓർക്കണ്ട. എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, എൻ്റെ കുടുംബം ഇങ്ങനെയാണല്ലോ, എന്നെ അവരിങ്ങനെ ചെയ്തല്ലോ, എനിക്കിങ്ങനെ അബദ്ധം പറ്റിയല്ലോ. ആയിക്കോട്ടെ, നീ പഴയ കാര്യങ്ങളിലേക്ക് പോകണ്ട. നിന്റെ ഇന്നലകളിലെ യേശുവിൻ്റെ രക്തം കഴുകുകയാണ്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളെയും യേശു കഴുകുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, യേശുവേ 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 യേശുവേ, കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ദൈവജനം ഒരുമിച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവെ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. വലിയൊരു കൃപ, വലിയൊരു വിടുതല് ഈ ശുശ്രൂഷ സമയം സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ ഇത് ഓരോ വ്യക്തിയും കഴുകപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ ഓരോ വ്യക്തിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ സകല പാപമോചനങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ നിന്റെ കെട്ടുകൾ അഴിയപ്പെടട്ടെ. വലിയൊരു അഭിഷേകം സംഭവിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ച് 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 നന്നായിട്ട് സ്തുതിക്കട്ടെ, നന്നായിട്ട് സ്തുതിക്കട്ടെ. The mighty power, the mighty power, the mighty power. വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ജീസസ്, send your power upon me. ആമേൻ, 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 ആമേൻ. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈയടിച്ചേ. നന്നായിട്ട് കൈയടിച്ചേ പോരാ. യേശുവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് എൻ്റെ മേൽ സംഭവിക്കട്ടെ. ആമേൻ. യെസ്, അഭിഷേകം സംഭവിക്കട്ടെ. ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചേർന്നു നന്നായിട്ട് കൈയടിച്ചേ. തിരുരക്തക്കടലിൽ മുക്കണമേ, ആമേൻ. കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, ആമേൻ. തിരുരക്ത അഭിഷേകം നൽകണമേ. ചേർന്ന് പാടിക്കേ. കഴുകണമേ, ആമേൻ. തിരുരക്തക്കടലിൽ മുക്കണമേ, ചേർന്ന് ചേർന്ന് കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. ചേർന്ന് കഴുകണമേ. യേശുവേ, രണ്ട് കരങ്ങളും ഉയർത്തി. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ വിളിച്ചേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ചേർന്ന് പാടി.
നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ആമേൻ. ഈശോയേ നിന്റെ കരുണയിൽ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തി ഈശോയേ, ഷോ ആശ്രയിക്കുന്നു. ആമേൻ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു. The mighty anointing, the mighty anointing, the mighty anointing. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഈശോയെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നയിക്കട്ടെ. ആരാധന 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അഭിഷേക ശുശ്രൂഷ സമയമാണ്. നിന്റെ ശരീരം ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, നീ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്, നീ നിന്റെ സ്വന്തമല്ല. നീ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. ആമേൻ. നീ നിന്റെ സ്വന്തമല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നിയതുപോലെ ചെയ്യാൻ അവകാശമില്ലെന്ന്. നിന്റെ ശരീരത്തിലെ നിനക്ക് തോന്നിയതുപോലെ കുടിക്കാൻ നിനക്ക് അവകാശമില്ല, മദ്യപിക്കാൻ നിനക്ക് അവകാശമില്ല, പുകവലിക്കാൻ അവകാശമില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അവകാശമില്ല. നിനക്ക് തോന്നുന്നത് പോലെ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നിന്റെ ശരീരത്തിൽ ഇട്ടുകൊണ്ട് നടക്കാൻ നിനക്ക് അവകാശമില്ല. ഇല്ല. ശരീരത്തിൽ പച്ച കുത്താൻ അവകാശമുണ്ടോ? ഇല്ല. കാരണം ഇറ്റ് ബിലോങ്സ് ടു ജീസസ് ക്രൈസ്റ്റ്. ഇത് യേശുവിൻ്റെതാണ്. ഫാഷൻ ആണെന്നൊക്കെ പറഞ്ഞ് പിള്ളേര് വരും. ഫാഷൻ കാണിക്കാനുള്ളതല്ല നിന്റെ ശരീരം. നീ ഓർക്കേണ്ട കാര്യം, നിന്റെ ശരീരത്തിൽ നീ ഏതെങ്കിലും തിന്മയുടെ കാര്യങ്ങൾ അത് സ്വീകരിക്കുകയോ അണിയുകയോ കൊണ്ടു നടക്കുകയോ ചെയ്യുന്നതനുസരിച്ച് ആ ശരീരത്തിൽ പീഡകൾ വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ കഴുത്തിലൊക്കെ ഇടുന്ന മാല, ജപമാല ഒക്കെ നമ്മൾ വെഞ്ചരിച്ചിട്ട്. എന്തിനാ വെഞ്ചരിക്കുന്നത്? എന്തിനാ വെഞ്ചരിക്കുന്നത്? ഒരു വീട് എന്തിനാ വെഞ്ചരിക്കുന്നത്? ഒരു വണ്ടി എന്തിനാ വെഞ്ചരിക്കുന്നത്? ഒരു വീട് പണിയുന്നതിന് മുമ്പ് ആ മണ്ണ് എന്തിനാ വെഞ്ചരിക്കുന്നത്? വീട് പണിതതിന് ശേഷം വീട് എന്തിനാ വെഞ്ചരിക്കുന്നത്? അതിൻ്റെ ഉടമസ്ഥാവകാശം അത് സർവശക്തനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ, നീ ധരിക്കുന്ന ഒരു സാധനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചിട്ട് നീ അണിയുമ്പോൾ നിനക്ക് സംരക്ഷണം. ഇറ്റ് ബിലോങ്സ് ടു ജീസസ്. സാത്താന്റെ അവകാശപ്പെട്ട പൈശാചിക പീഡകളുടെ ഒരു സാധനവും ശരീരത്തിൽ അണിയരുത്. അതുകൊണ്ടാണ് മന്ത്രച്ചരുടെ ഏലസൊക്കെ ഈ ശരീരത്തിൽ കെട്ടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം പിന്നെ പൈശാചിക പീഡയ്ക്ക് വിട്ടുപോകും, പൈശാചികമായ കാര്യങ്ങൾക്ക് വിട്ടുപോകും. വഴിയിൽ കാണുന്ന, അവിടെ ഇവിടെയും കാണുന്ന ആഭരണങ്ങൾ അതും ഇതും പറഞ്ഞുകൊണ്ട്, കാണാൻ കൊള്ളാവുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധരിച്ചുകൊണ്ട് നടക്കരുത്. സൂക്ഷിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പല തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, പല രൂപത്തിലും ഭാവത്തിലും. കഴിഞ്ഞ നാളിൽ ഒരു കുട്ടിയെ ധരിച്ചിരിക്കുന്ന ചെരുപ്പ്, ആ കുട്ടി തന്നെ എൻ്റെ അടുക്ക കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഈ ചെരുപ്പിന് എന്തൊരു പ്രത്യേകത ഉള്ള പോലെ തോന്നുന്നു, എന്തോ പ്രത്യേകത ഉള്ള പോലെ തോന്നുന്നു അച്ഛ, ഇത് ധരിച്ചിട്ട് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു. ഞാൻ പറഞ്ഞു, നോക്ക്. ആ കുട്ടിയുടെ ആ ചെരുപ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ അടിവശത്ത് ഈശോയുടെ പടം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായെന്നറിയാവോ? ആ ഈശോയെ ചവിട്ടി തേച്ചാണ് നടക്കേണ്ടത് എന്നാണ് ആ ചെരുപ്പ് ഉണ്ടാക്കിയവൻ ഇത് പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ കാണുന്നില്ല. കാണാൻ നല്ല ചേല ഉണ്ടെന്നോർത്തുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കുന്നു. എന്നാൽ അറിയാതെ ഇതൊരു പൈശാചിക ശക്തിയായിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകൾ, ഇപ്പം ഇഷ്ടം പോലെ ടീഷർട്ടുകളൊക്കെ ഇഷ്ടം പോലെയൊക്കെ ഇറങ്ങും, പലതരം ചിത്രങ്ങളും പലതൊക്കെ ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിരിക്കും. ധരിക്കുന്നതിന് മുമ്പ് ഇത് എന്നതാണെന്നെങ്കിലും നോക്കിയിട്ട് ധരിക്കണം. ധരിക്കുന്ന ആഭരണങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എന്താണെന്നെങ്കിലും ശ്രദ്ധിച്ചിട്ട് വേണം ധരിക്കാൻ, ഉപയോഗിക്കാൻ. ഫാഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ സാധനമുണ്ട്. പക്ഷേ നിന്റെ സമാധാനത്തെ കെടുത്തുന്ന
നിന്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ഒരു സാധനവും നിന്റെ ശരീരത്തിൽ ധരിക്കരുത്. പൗലോസ്ലീഹ അതുകൊണ്ട് ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്, നിന്റെ ശരീരം ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഈ ആലയത്തെ നീ നശിപ്പിക്കരുത്. മദ്യപിക്കുമ്പോൾ നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കുകയാണ്. ലഹരി ഉപയോഗിക്കുമ്പോൾ നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കുകയാണ്. ഈ ശരീരത്തിൽ എന്ത് ചെയ്യണം? 20-ാം വചനം വായിച്ചേ. 1 കൊരിന്തോസ് 6:20 വായിച്ചേ. 1 Corinthians chapter 6 verse 20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ യേശു എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് ഈ വലിയൊരു കാര്യം പ്രഖ്യാപിക്കാനാണ്. ഈ പ്രപഞ്ചത്തിൽ സാത്താന്റെ മേൽ അധികാരം ദൈവമക്കൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള സദ്വാർത്ത പഠിപ്പിക്കാൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ഈ കാലഘട്ടത്തിൽ എന്നെയും നിന്നെയും ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടി 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിലുള്ള ബന്ധുജനങ്ങൾക്കിടയിലുള്ള ആരെയെങ്കിലുമൊക്കെ ഒരുപക്ഷെ ശരീരത്തിൽ ഏതെങ്കിലും പീഡകളിലൂടെ കടന്നു പോകുന്നവരെ ഓർമ്മയുണ്ടാവും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തം ഈ ശുശ്രൂഷ സമയത്ത് സകല വ്യക്തികളെയും വിശുദ്ധീകരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്ന സമയമാണ്. ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടുന്ന സമയമാണ്. നിന്റെ ജീവിത വഴികളെ യേശു തിരക്തത്താൽ കഴുകുന്ന സമയമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ദൈവിക ചൈതന്യം കൊണ്ട് നിറയപ്പെടട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കണമേ. ഇന്നലകളിലെ നഷ്ടപ്പെട്ട ഓർമ്മകൾ, ഇന്നലകളിലെ പാപത്തിന്റെ ഓർമ്മകൾ, ഇന്നലകളിലെ പൈശാചിക പീഡകളുടെ ഓർമ്മകൾ, പാപവാസനകള് എല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ തിരുരക്തത്താൽ കഴുകി ഞങ്ങൾ വിശുദ്ധീകരിക്കുന്നു. ഒരു കാരണവശാലും ഒരു തിന്മയ്ക്കും ഞങ്ങളുടെ മേൽ അവകാശമില്ല. യേശുവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ ശരീരം യേശുവിൻ്റെതാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് the mighty power ദൈവമക്കളിലേക്ക് സംഭവിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കട്ടെ. യേശുവേ അഭിഷേകത്താൽ കഴുകണമേ. കൈയടിച്ച് വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിനഭിഷേകം. ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിനഭിഷേകം. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ. തിരുരക്ത അഭിഷേകം നൽകണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ. തിരുരക്ത അഭിഷേകം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. വിളിക്കട്ടെ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്റെ ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചു. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായ ദൈവശക്തി കടന്നു വരട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യേശുവിന്റെ സ്വന്തമാണ്. സാത്താനിന്റെ മേൽ അവകാശമില്ല. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി ഞങ്ങൾ വെളിപ്പെടട്ടെ. ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾ വെളിപ്പെടട്ടെ. ആരാധന
ആരാധന ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ ആമേൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ പറഞ്ഞ് പഠിച്ച വചനം ഇതാ ഈ ആരാധന സമയത്ത് അഭിഷേകമായിട്ട് സ്വീകരിക്കുകയാണ്. ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തുക, കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈ ആരാധന സമയം അത്ഭുതകരമായ ദൈവീക ഇടപെടലിൽ സംഭവിക്കണമേ. കൈകൾ കൂപ്പി ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയന അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നും വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ. ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സഹോദര സഹോദരി, നിൽക്കുന്ന സ്ഥലത്ത് അഭിഷേകം ഒഴുകുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നീ നിന്നോട് തന്നെ പറയണം, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്, ഞാൻ സാത്താന്റെ അടിമയല്ല, ഞാൻ സാത്താന്റെ അടിമയല്ല. എല്ലാ മേഖലകളിലും ഇത് വിശ്വസിക്കുക. അനേകരെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയം, അത്ഭുത ഡെലിവറൻസ് സംഭവിക്കുന്ന സമയം. നീ ഇത് വിശ്വസിക്കുന്ന സമയം തന്നെ നിന്റെ ഉള്ളിലെ ഭാരം മാറുന്നു, രോഗപീഠകൾ മാറുന്നു, സൗഖ്യത്തിന്റെ ആത്മാവ് ഒഴുകുന്നു, പുത്തൻ അഭിഷേകം നിറയുന്നു. കർത്താവ് അനേക രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു. നീ ഇത് വിശ്വസിക്കണം. ഓ ദൈവമേ, ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ്, യെസ്, the mighty power, the mighty power. ഞാൻ സാത്താന്റെ അടിമയല്ല, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. ആരാധന 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 ആരാധന. യെസ്, നന്നായിട്ടൊന്ന് കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ചേ. പോരാ, പവർ, അനോയിന്റിങ്. യെസ്, എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. ആഗ്രഹിച്ചു ഈ ശരീരം യേശുവിൻ്റെതാണ്, വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. ആമേൻ ആമേൻ. നന്നായിട്ട് കൈയടിച്ച് പോരുന്നേ, നല്ല കൈയടി, ശക്തിയോടെ ആനന്ദിച്ചു. യെസ്, പവർ, അനോയിന്റിങ് സംഭവിക്കട്ടെ. യേശുദൻ തിരുരക്തം എനിക്കായി വിലയായി നൽകി. യേശുവേ, സാത്താനെ നീ എൻ കുടുംബത്തിൽ നിന്നും എന്നിൽ നിന്നും വിട്ടുപോകുവിൻ. ആമേൻ. യേശുവിൻ തിരുരക്തം എനിക്കായി വിലയായി നൽകി. ഓ കർത്താവേ, സാത്താനെ നീ എൻ കുടുംബത്തിൽ നിന്നും എന്നിൽ നിന്നും വിട്ടുപോകുവിൻ. ആമേൻ. യേശുദൻ തിരുരക്തം എനിക്കായി വിലയായി നൽകി. സംഭവിക്കട്ടെ. സാത്താനെ നീ എൻ കുടുംബത്തിൽ നിന്നും എന്നിൽ നിന്നും വിട്ടുപോകുവിൻ. ആമേൻ. യേശുവിൻ തിരുരക്തം എനിക്കായി വിലയായി നൽകി. യേശുവേ, സാത്താനെ നീ എൻ കുടുംബത്തിൽ നിന്നും എന്നിൽ നിന്നും വിട്ടുപോകുവിൻ. ആമേൻ. യേശുവിൻ നാമത്തിൽ വിട്ടുപോകുവിൻ. യേശുവിൻ നാമത്തിൽ വിട്ടുപോകുവിൻ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവേ. ബന്ധനങ്ങൾ നീക്കണമേ. പാടി പാടി തിരുരക്തത്താൽ കഴുകണമേ. കഴുകണമേ. ആമേൻ. ബന്ധനങ്ങൾ Yes. നീക്കണമേ. ചേർന്ന് ചേർന്ന്. തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. ബന്ധനങ്ങൾ നീക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. ബന്ധനങ്ങൾ നീക്കണമേ. സംഭവിക്കട്ടെ. തിരുരക്തത്താൽ ചേർന്ന്. കഴുകണമേ. യേശുവേ. ബന്ധനങ്ങൾ ആമേൻ. നീക്കണമേ. ചേർന്ന്. തിരുരക്തത്താൽ ചേർന്ന്. കഴുകണമേ. ചേർന്ന്. ബന്ധനങ്ങൾ യേശുവേ. നീക്കണമേ. ആമേൻ.
ചേർന്ന് ബന്ധനങ്ങൾ നീക്കേണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. The mighty anointing, the mighty power ദൈവ മക്കളിലേക്ക് സംഭവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എന്റെ വീടിനെ തിരക്തത്താൽ കഴുകുന്നു. എന്റെ കൃഷിയിടത്തെ തിരക്തത്താൽ കഴുകുന്നു. എന്റെ വീട്ടിലേക്കുള്ള വഴിയെ തിരക്തത്താൽ കഴുകുന്നു. എന്റെ വീട്ടിലെ ഓരോ മുറികളെയും തിരക്തത്താൽ കഴുകുന്നു. എന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും തിരക്തത്താൽ കഴുകുന്നു. എന്റെ ബന്ധങ്ങളെ തിരക്തത്താൽ കഴുകുന്നു. ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിനെ തിരക്തത്താൽ കഴുകുന്നു. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളെയും തിരക്തത്താൽ കഴുകുന്നു. യേശുവേ, എന്റെ ശരീരത്തെ തിരക്തത്താൽ കഴുകുന്നു. എന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ തിരക്തത്താൽ കഴുകുന്നു. എന്റെ വാഹനത്തെ തിരക്തത്താൽ കഴുകുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളെയും തിരക്തത്താൽ കഴുകുന്നു. യേശുവെ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവ്, ഓ ദൈവത്തിന്റെ ആത്മാവ്, ഇതെന്നിൽ സംഭവിക്കുന്നു. ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു.